ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു തക്കാളിച്ചോറ് തയ്യാറാക്കാം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് തിളയ്ക്കുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. അത് പൊട്ടിയതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇനി ഇടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉടനെ നമ്മൾ ഒന്നിട്ടതിന് ശേഷം പെട്ടെന്ന് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കടലപ്പരിപ്പുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ പറങ്കിയണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കും. അതും ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് കഴിയുമ്പോൾ 2 വറ്റൽമുളക് മുറിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുത്ത് ഒരു പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് ഒരു ബ്രൗണിഷ് നിറമായി കഴിയുമ്പം നമ്മളിതിലേക്ക് 1.5 സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളിക്ക ഞാൻ പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിച്ചോറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് തക്കാളിക്ക. അപ്പം നമ്മളിത് പുളിയൊക്കെ അനുസരിച്ച് വേണം തക്കാളിക്ക തിരഞ്ഞെടുക്കാൻ. ഞാൻ ഒരു തക്കാളിക്ക എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് വേണ്ടുന്ന ചോറ് ഞാൻ 20 മിനിറ്റ് സോക്ക് ചെയ്ത് ബസ്മതി റൈസ് ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ നിറമായിട്ടുണ്ട്. നമുക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഇട്ട് അതും ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ തക്കാളിക്കൊക്കെ ഒന്ന് വെന്തുടയുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കണം. തക്കാളിക്ക വെന്തുടഞ്ഞ് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളവും ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തക്കാളിക്കൊക്കെ ഒന്ന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് പറ്റി വരുന്നിടം വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഈ തക്കാളിക്കൊക്കെ വെന്ത് പറ്റി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ നെയ്യ് ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിച്ചോറ് റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇതൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ നല്ലൊരു റൈസാണ്. നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം വേണം നമ്മളിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാൻ. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല. തക്കാളിച്ചോറ് കഴിക്കാൻ ഒരു പപ്പടമോ നമുക്ക് ഇച്ചിരി അച്ചാറോ സലാഡോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ തക്കാളിക്കൊക്കെ റെഡിയായി നല്ല മയമായിട്ട് നല്ല വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ചോറ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർ കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ.